നമസ്കാരം, ട്രൂ വിഷൻ വടകര ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. സാനിറ്ററി നാപ്കിൻ ഋതുമതിയാണെങ്കിൽ അത് മതി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കടൽ കാഴ്ചകൾക്ക് സാൻഡ് ബാങ്ക്സിൽ ഇനി പുതിയ ചാരുത. വടകര സാൻഡ് ബാങ്ക്സിൽ പൂർത്തിയായ വികസന പദ്ധതികൾ 22-ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. കടലും പുഴയും സംഗമിക്കുന്ന മണൽത്തീര കാഴ്ചകൾക്ക് ഇനി പുതിയ ചാരുത. വടകര സാൻഡ് ബാങ്ക്സിൽ പൂർത്തിയായ വികസന പദ്ധതികൾ 22-ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. DTPCയുടെ ഗ്രീൻ കാർപ്പറ്റ് പദ്ധതി പ്രകാരം 99.36 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് പൂർത്തിയായത്. നവംബർ 1 മുതൽ ബീച്ചുകൾ സഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കാൻ നിർദ്ദേശമുണ്ട്. സാൻഡ് ബാങ്ക്സ് ബീച്ചും ഏറെ കാലത്തിനു ശേഷം നവംബർ 1-ന് തുറക്കുമെന്നാണ് പ്രതീക്ഷ. പ്രവർത്തികൾ വിലയിരുത്താൻ ടൂറിസം വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അനിതകുമാരിയും DTPC സെക്രട്ടറി PP ബീനയും ഇന്നലെ സാൻഡ് ബാങ്ക് സന്ദർശിച്ചു. ഇനി അവസാനഘട്ട മിനുക്കുപണികൾ മാത്രമേ പൂർത്തിയാകാനുള്ളൂ. ഓൺലൈനായാണ് ഉദ്ഘാടനം. ഇതിനോടൊപ്പം കേരളത്തിലെ 27 ടൂറിസം പദ്ധതികളും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വടകര നഗരത്തിലെ വ്യാപാരി കോവിഡ് ബാധിച്ച് മരിച്ചു. 2 ആഴ്ചത്തെ അടച്ചിടലിനു ശേഷം തുറന്ന വ്യാപാര മേഖല വീണ്ടും ആശങ്കയിൽ. 2 ആഴ്ചത്തെ അടച്ചിടലിനു ശേഷം തുറന്ന വ്യാപാര മേഖല വീണ്ടും ആശങ്കയിൽ. വടകര നഗരത്തിലെ വ്യാപാരി കോവിഡ് ബാധിച്ചു മരിച്ചതിനെ തുടർന്നാണ് വ്യാപാരികൾ വീണ്ടും ആശങ്കയിലായത്. സിദ്ധസമാജത്തിന് സമീപം ഹൗസിംഗ് കോളനിയിലെ ജോർജാണ് മരിച്ചത്. വടകര മാർക്കറ്റ് റോഡിലെ ജിയോ സ്റ്റേഷനറി ഉടമ കൂടിയാണ് ജോർജ്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ച ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇവിടെ നടത്തിയ കോവിഡ് പരിശോധനയിൽ പോസിറ്റീവായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ ജോർജ് ബുധനാഴ്ച രാവിലെയോടെയാണ് മരിച്ചത്. നഷ്ടപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയപാത പദ്ധതികളുടെ ശിലാസ്ഥാപന ചടങ്ങിനെതിരെ 100 കേന്ദ്രങ്ങളിൽ നിൽപ്പ് സമരം നടത്തി. നഷ്ടപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയപാത പദ്ധതികളുടെ ശിലാസ്ഥാപന ചടങ്ങിനെതിരെ പ്രതിഷേധവുമായി കർമ്മസമിതി ജില്ലാ കമ്മിറ്റി. ദേശീയപാത സ്ഥലമെടുപ്പിന്റെ ഭാഗമായി സ്ഥലവും വീടും കച്ചവട സ്ഥാപനങ്ങളും നഷ്ടപ്പെടുന്നവരുടെ പുനരധിവാസം, നഷ്ടപരിഹാരം എന്നിവയുടെ കാര്യത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾ നിലനിൽക്കെ ഇതിന് പരിഹാരം കാണാൻ യാതൊരു ശ്രമവും നടത്താതെ ശിലാസ്ഥാപന മാമാങ്കം നടത്തുന്നതിനെതിരെ ദേശീയപാത കർമ്മസമിതി അഴിയൂർ മുതൽ വെങ്ങളം ദേശീയപാതയിൽ 100 കേന്ദ്രങ്ങളിലും വീടുകളിലും നിൽപ്പ് സമരം നടത്തി. ജില്ലാതല ഉദ്ഘാടനം മുക്കാളി ടൗണിൽ കർമ്മസമിതി സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് ചോമ്പാല നിർവഹിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ നിൽപ്പ് സമരത്തിന് കർമ്മസമിതി നേതാക്കളായ CV ബാലഗോപാലൻ, സലാം ഫർഹത്ത്, K കുഞ്ഞിരാമൻ, KPA വഹാബ്, രാമചന്ദ്രൻ പൂക്കാട്, P ബാബുരാജ്, P പ്രകാശ് കുമാർ, P സുരേഷ്, ശശി തരിപ്പയിൽ, അമ്പാടി രവി എന്നിവർ നേതൃത്വം നൽകി. മൂലന്തൊടി കീഴിൽ ശിവക്ഷേത്ര റോഡ് നിർമ്മാണം ഉടനടി ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കീഴൽ ശിവക്ഷേത്ര ബസ് സ്റ്റോപ്പ് പരിസരത്ത് BJP നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. മൂലന്തൊടി കീഴിൽ ശിവക്ഷേത്രം റോഡ് നിർമ്മാണം ഉടനടി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കീഴൽ ശിവക്ഷേത്ര ബസ് സ്റ്റോപ്പ് പരിസരത്ത് BJP നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരം മോഹനൻ തേരത്ത് ഉദ്ഘാടനം ചെയ്തു. റോഡ് നിർമ്മാണത്തിനായുള്ള തുക മാസങ്ങളായി അനുവദിച്ചിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാൻ സ്ഥലം വാർഡ് മെമ്പർ തയ്യാറായിട്ടില്ലെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. വർഷങ്ങളായി അവഗണനയിൽ കഴിയുന്ന ക്ഷേത്രം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നതാണെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിൽപ്പ് സമരത്തിൽ BJP നേതാക്കളായി M പവിത്രൻ, NV ബാലകൃഷ്ണൻ, തെക്കേയിൽ ബാബു, മനോജ് AM, റൂബി എന്നിവർ സംസാരിച്ചു. വടകരയിലെ ട്രെഞ്ചിങ് ഗ്രൗണ്ട് ഇനി ഗ്രീൻ പാർക്ക്. പ്രാദേശിക ജനങ്ങളുടെ സഹകരണത്തോടെ ട്രെഞ്ചിങ് ഗ്രൗണ്ട് ഗ്രീൻ പാർക്കാക്കി മാറ്റണമെന്ന് വടകര നഗരസഭാ ചെയർമാൻ K ശ്രീധരൻ. വടകര മുനിസിപ്പാലിറ്റിയിലെ പുതിയാപ്പ് ട്രെഞ്ചിങ് ഗ്രൗണ്ട് പ്രാദേശിക ജനങ്ങളുടെ സഹകരണത്തോടെ ഗ്രീൻ പാർക്കാക്കി മാറ്റണമെന്ന് നഗരസഭാ ചെയർമാൻ K ശ്രീധരൻ പറഞ്ഞു. ഗ്രൗണ്ടിന് സമീപത്തുള്ള CDS കമ്മ്യൂണിറ്റി ഹാളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തിയ പ്രാദേശിക യോഗത്തിൽ അധ്യക്ഷം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. E അരവിന്ദാക്ഷൻ, TK രാഘവൻ, V കുഞ്ഞിരാമൻ, EM ബാബു, ശിവശങ്കരൻ KP, അജയൻ K എന്നിവർ സംസാരിച്ചു. വാർഡ് കൗൺസിലർ A കുഞ്ഞിരാമൻ സ്വാഗതവും P ഗീത നന്ദിയും പറഞ്ഞു. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക വടകരnews.in. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.